ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കേസിൽ രാഹുലിന്റെ സുഹൃത്തും അടൂർ സ്വദേശിയുമായ ജോബി ജോസഫ് രണ്ടാം പ്രതിയാണ്. ഇരുവരും ഒളിവിലെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് അതിജീവിതയുടെ നിർണായക മൊഴി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇതിനിടെ പാലക്കാട്ട് രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു. 16 മണിക്കൂറിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ സ്വിച്ച് ഓണായി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന് മുന്നിൽ നിന്നും AV ജയശങ്കറും പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ നിന്നും നിഖിൽ പ്രമേഷും ചേരുകയാണ്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അതിജീവിതയുടെ നിർണായക മൊഴി, അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഉറ്റ സുഹൃത്തുകൂടി ഈ കേസിൽ പ്രതിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ? എന്തൊക്കെയാണ് ഇതിനകം ലഭിച്ച വിവരങ്ങൾ? ഷഫീദ്. ദിലീപ് കുമാർ, നിർണായകമാണ് ഈ മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച്. കാരണം ഇന്നലെ വൈകിട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട പെൺകുട്ടിയുടെ മൊഴി 5.5 മണിക്കൂർ സമയമെടുത്ത് തിരുവനന്തപുരം റൂറൽ SP രേഖപ്പെടുത്തിയത്. അതിനുശേഷം വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാത്രവുമല്ല, അതിനുശേഷം നേമം പോലീസിന് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഇക്കാര്യത്തിലെ നിയമപരമായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നിവയാണ് കുറ്റങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതി, രാഹുലിന്റെ ഉറ്റ സുഹൃത്തും അടൂർ സ്വദേശിയുമായിട്ടുള്ള ജോബി ജോസഫും ഈ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇയാളാണ് ഈ പെൺകുട്ടിക്ക് ഈ പില്ലുകൾ, അതായത് ഈ ഗർഭമലസിപ്പിക്കാനുള്ള പില്ലുകൾ കൊണ്ടു കൊടുത്തതെന്നാണ്. അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് വലിയ തുടങ്ങി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം, അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ കഴിയും. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തുടരുകയാണ്. ഷഫീദ്, തുടരാം. ദിലീപ് കുമാർ, നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫാണ്. ജോബി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഉറ്റ സുഹൃത്തും അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് ഗർഭമലസിപ്പിക്കാൻ ഗുളിക കൊണ്ട് കൊടുത്ത ആളുമാണ്. നിലവിൽ ഈ രണ്ടുപേരും ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല, ഇവരെക്കുറിച്ചിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി രാഹുലിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR-ലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അത് BNS 64 ബലാത്സംഗം, BNS 64(2) നിരന്തരം പീഡിപ്പിക്കൽ, 64F അത് ഉപദ്രവിച്ച് പീഡിപ്പിക്കൽ, 64H അധികാരം ഉപയോഗിച്ച് നിരന്തരം പീഡിപ്പിക്കൽ, 64M തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ, BNS 89 അത് പഴയ IPC 312 വകുപ്പാണ് ഗർഭചിത്രം, അതേപോലെ തന്നെ BNS 316 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസവഞ്ചന, കൂടാതെ IT ആക്ട് 68E ഇത്രയും ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പലതരത്തിലുള്ള നിർണായക വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ പെൺകുട്ടി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി, ഇതിനായി ഭീഷണിപ്പെടുത്തിയെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയത് ഗുളിക കഴിച്ചാണ്. രാഹുലിന്റെ സുഹൃത്താണ് ഗുളിക എത്തിച്ച് നൽകിയത്. ഗുളിക കഴിച്ചു എന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കി. 20 പേജ് വരുന്ന മൊഴിയാണ് ഇന്നലെ തിരുവനന്തപുരം റൂറൽ SP ഈ പെൺകുട്ടിയുടെ മൊഴിയായി രേഖപ്പെടുത്തിയത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഇനിയുള്ള തുടർ നീക്കം ഒരു പ്രത്യേക പുതിയ അന്വേഷണ സംഘം വരുമോ എന്നുള്ള ചോദ്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട സമയത്ത് പെൺകുട്ടിക്ക് മുഖ്യമന്ത്രി ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുതാര്യവും സത്യസന്ധവുമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പെൺകുട്ടിക്ക് ഉറപ്പ് നൽകിയത്. ഏതായാലും ആ മൊഴിയിൽ ഈ രാഹുലിനെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള പല പരാമർശങ്ങളും ഈ പെൺകുട്ടി നടത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ മറ്റു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, ആ വിവരങ്ങൾ തനിക്കറിയാം, ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്, അതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മൊഴിയായി, ഔദ്യോഗിക രേഖയായി, ഔദ്യോഗിക വിവരമായി പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരശേഖരണവും പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ സൈബർ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെയും നടപടി ഉണ്ടാകും. വനിതാ അഭിഭാഷക ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ അത് പോലീസ് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തർ. ഇന്നലെ ഈ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി എന്ന വാർത്തയും ആദ്യമായി അറിയിച്ചത് ഞങ്ങളുടെ തിരുവനന്തപുരം പ്രതിനിധിയായിട്ടുള്ള ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോൾ AV ജയശങ്കർ പത്തനംതിട്ടയിൽ അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീടിന് മുന്നിലുണ്ട്.
ജയശങ്കർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? വീടിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജയശങ്കർ. ദിലീപ് കുമാർ, പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇതുവരെ അടൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വീടിന് മുന്നിൽ പോലീസ് കാവൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വഴിയിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. 2 പെയർ ബാരിക്കേഡുകളാണ് പോലീസ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ ബാരിക്കേഡുകൾ കയറക്കിട്ട് പോലീസ് മുറുക്കി ബലപ്പെടുത്തിയത്. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഒരു ആൾക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു ബന്ദോബസ്താണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. 10-ലധികം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് ഇതുവരെ ഒരു സംഘടനകളും പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു ലൈംഗിക ആരോപണ കേസാണ്. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആക്ഷേപം കോൺഗ്രസിന്റെ പാലക്കാട് MLA-ക്ക് നേരെ ഉയരുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം വീടിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് എന്തായാലും മുൻകൂട്ടി കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ 2 SHO-മാരുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സുരക്ഷാ സംവിധാനം നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡ് തീർത്ത് വീട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും പോലീസ് അടച്ചിട്ടുണ്ട്. വീട്ടിന് അകത്തേക്കോ വീട്ടിന് പുറത്തേക്കോ കടക്കാൻ പറ്റാത്ത രീതിയിലാണ് ബാരിക്കേഡ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2 SHO-മാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ നിലവിൽ വീടിന് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ, സമര പരിപാടികൾ ഉണ്ടായാൽ അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ ദിലീപ് കുമാർ, നമുക്കറിയാം, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാഹുൽ രാജിവെച്ച ഘട്ടത്തിൽ, ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഘട്ടത്തിലൊക്കെ രാഹുൽ ഉണ്ടായിരുന്നത് ഈ നെല്ലിമുകളിലെ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് 1 മാസത്തോളം കാലം പുറത്തിറങ്ങാതെ രാഹുൽ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും പുതിയ കേസ് വരുമ്പോൾ, രാഹുൽ 1-ാം പ്രതിയാകുമ്പോൾ എന്തായാലും രാഹുൽ അടൂരേക്ക് എത്തിയിട്ടില്ല, അടൂരിലെ വീട്ടിലെത്തിയിട്ടില്ല. രാഹുൽ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന കാര്യത്തിൽ അടുത്ത വൃത്തങ്ങൾ പോലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു മറുപടിയാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നത്. ഒപ്പം തന്നെ രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ FIR-ലെ കഴിഞ്ഞ ദിവസം പോലീസ് എടുത്ത FIR-ലെ 2-ാം പ്രതി. അദ്ദേഹവും നിലവിൽ എവിടെയാണെന്ന് വിവരമില്ല. ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തെ നമുക്ക് വിളിച്ചാൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, ഒളിവിൽ പോയി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാഹുൽ എവിടെ എന്നൊരു ചോദ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാരണം അടൂരിനെ സംബന്ധിച്ച് ദിവസങ്ങൾ കൊണ്ട്, ഇല്ലെങ്കിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് വളർന്ന് പന്തലിച്ച് സംസ്ഥാന നേതാവായ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ഭാവിയിൽ മന്ത്രി വരെ ആകുമെന്ന പ്രതീക്ഷ ഈ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. എത്ര വേഗത്തിൽ മുകളിലേക്ക് പോയോ അതേ വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ പതിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും രാഹുലിന്റെ വീട്ടിൽ അമ്മയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പക്ഷെ അവർ പുറത്തേക്ക് നിലവിൽ ഇറങ്ങുന്നില്ല. വീട്ടിനുള്ളിലേക്ക് ആരും കയറാതിരിക്കാൻ ബന്ദോബസ്ത് പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ആരും പ്രതിഷേധങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പ്രതിഷേധ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നു. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് എത്തുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ എത്തുകയാണെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ രൂപം മാറും, കൊല്ലം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും പോലീസ് കാവലിലാണ് അടൂരിലെ രാഹുലിന്റെ വസതി. ദിലീപ് കുമാർ. പത്തനംതിട്ട അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വസതിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് AV ജയശങ്കർ. ഇപ്പോൾ പാലക്കാട്ട് MLA ഓഫീസിന് മുന്നിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുകയാണ്. നിഖിൽ പ്രമേഷ്, പാലക്കാട്ടെ MLA ഓഫീസ് ഇന്നലെ വൈകിട്ട് അടച്ചതാണ്. ഇന്ന് രാവിലെ അത് വീണ്ടും തുറന്നിട്ടുണ്ട്. പക്ഷേ MLA എവിടെയെന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇന്നലെ വൈകുന്നേരം ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ സാധാരണഗതിയിൽ തന്നെയാണ് ഈ ഓഫീസ് അടച്ചത്. പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ ഈ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. യുവമോർച്ചയും അതോടൊപ്പം തന്നെ DYFIയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഓഫീസിന് മുന്നിൽ വന്ന് ഉയർത്തുകയും ഈ ഓഫീസിന് മുന്നിൽ റീത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒളിവിൽ പോയ രാഹുലിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും പിന്നീട് ലഭ്യമായിരുന്നില്ല. ഏതാണ്ട് 16 മണിക്കൂറിനിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് ഇപ്പോൾ സ്വിച്ച് ഓൺ ആയിരുന്നു. അല്പസമയം മുൻപ്, ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുലിൻ്റെ 3 നമ്പറും സ്വിച്ച് ഓഫ് ആയിരുന്നെങ്കിൽ അല്പസമയം മുൻപ് രാഹുലിൻ്റെ ഫോണിൽ നമുക്ക് ലഭ്യമാവുകയും അത് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോള് കട്ട് ചെയ്യുകയാണ് രാഹുൽ ചെയ്തത്. അപ്പോൾ എന്താണ് രാഹുൽ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, അല്ലെങ്കിൽ എന്താണ് രാഹുലിന്റെ മനസ്സിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്ക് ഈ ഓഫീസിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ജീവനക്കാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. 3 പേരാണ് ഇവിടെയുള്ളതിൽ. 2 പേർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഓഫീസ് പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ തന്നെ നടത്തിപ്പോരുന്നുണ്ട്. അവർക്കും ഇതുവരെ രാഹുലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, രാഹുൽ ഇവിടുന്ന് പോയതിന് പിന്നാലെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഓഫീസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ജീവനക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും രാഹുൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായ ശേഷമേ ഒരു പക്ഷേ രാഹുൽ മടങ്ങി എത്തിയേക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്ന ശേഷമേ രാഹുൽ ഒരു പക്ഷേ മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ടയിലേക്കാണെങ്കിലും മടങ്ങി എത്തൂ എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ MLA ഓഫീസിലേക്ക്
അപ്പുറത്തേക്ക് ഒരു പ്രതിഷേധമോ ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ യുവമോർച്ച DYFI പ്രവർത്തകരൊക്കെയായി സംസാരിക്കുമ്പോൾ രാഹുൽ ഓഫീസിൽ എത്തിയാൽ പ്രതിഷേധം ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രതിഷേധത്തിന് തങ്ങൾ പദ്ധതി ഇടുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നേരത്തെ നമുക്കറിയാം DYFI അടക്കം നിലപാടെടുത്തിരുന്നത് പാലക്കാട്ട് രാഹുലിനെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷെ പിന്നീട് പൊതുപരിപാടികളിലടക്കം അയാൾ സജീവമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പര്യടനത്തിനിറങ്ങുന്നു. ഇന്നലെ KS2വിന്റെ മുൻ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിക്ക് വേണ്ടി കണ്ണാടിയിൽ പ്രചരണത്തിന് വേണ്ടി ഈ ഓഫീസിൽ നിന്ന് ഇവിടെയുള്ള രാഹുലിന്റെ വാഹനത്തിൽ പുറപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുലിനെ എടുത്തി പോലെ നമ്മുടെ 24 ആ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അതായത് ഈ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു, പരാതി നൽകി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതുവരെ രാഹുലിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് തന്നെ പരാതിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പരാതി ഉണ്ടായതോടുകൂടി അതൊരു വലിയ, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇനി ഇപ്പോൾ ഒളിവിൽ പോവുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പാലക്കാട്ട് നിന്ന് തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അന്വേഷണ സംഘം നിരന്തരം രാഹുലിനെ അന്വേഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഫോൺ ഓൺ ആയ സ്ഥിതിക്ക് രാഹുൽ എവിടെയുണ്ട് എന്ന് സൈബർ സെൽ വഴി കണ്ടെത്തുക വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും പോലീസ് ഒരു അതിവേഗ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളടക്കം ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുലിന്റെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ദിലീപ്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് വിവരമൊന്നുമില്ല. പക്ഷേ പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസ് തുറന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും പത്തനംതിട്ട അടൂരിൽ നിന്ന് AV ജയശങ്കറും പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷുമാണ് പ്രേക്ഷകർക്കായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.